അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 12, 2021 ഞാൻ PG ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു സെമസ്റ്ററിലെ എക്സാം എനിക്ക് വളരെയധികം പ്രയാസമായിരുന്നു. എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് പനിയായിരുന്നതുകൊണ്ട് പഠിക്കുവാനോ ഉറങ്ങുവാനോ സാധിച്ചിരുന്നില്ല. ആ നിയോഗം പ്രത്യേകം ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്നെ പാസ്സാക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എക്സാമിൻ്റെ ദിവസം ഞാൻ എക്സാമിന് പോയി. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും തന്നെ എനിക്ക് പേപ്പറിൽ എഴുതാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, പേപ്പറിലൊന്നുമില്ലാതെ എങ്ങനെയാണ് മാർക്ക് വീഴുന്നത് എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ വിഷയത്തിന് B ഗ്രേഡ് തന്ന് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ഇതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, ഇത് ഗ്രേസ് വഴിയാണ് ഈശോ തന്ന സമ്മാനമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നീട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ലാസ്റ്റ് സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു പ്രോജക്റ്റ് ലാസ്റ്റ് സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം, ഗ്രൂപ്പ് ഡിസ്കഷന് ഇതൊക്കെ പാസ്സായി. ഇതെല്ലാം കർത്താവിൻ്റെ ഗ്രേസിലാണ് ഞാൻ പാസ്സായത്. ഇതൊന്നും എൻ്റെ കഴിവല്ല. പിന്നീട് ഞാൻ ഓൺലൈൻ ഉടമ്പടി സൈനപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ആ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ട് നടത്തി. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ വിജയിച്ചു. ആ ജോലി എനിക്ക് ലഭിച്ചു. പക്ഷേ ആ കമ്പനി കാലിഫോർണിയയിലായതുകൊണ്ട് ഞാൻ വേറൊരു സ്റ്റേറ്റിലായിരുന്നതുകൊണ്ടും ഞാൻ ആ ജോലിക്ക് പോയില്ല. ഞാൻ ഒരു ഡേറ്റ് ഇട്ട് അമ്മയോട് ഉടമ്പടിയിൽ ഞങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ ഒരു ജോലി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ തന്നെ എനിക്ക് ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ആ സെയിം ഡേറ്റ് തന്നെയായിരുന്നു ഓഫർ ലെറ്ററിൽ അമ്മ തന്നത്. അങ്ങനെ ആ ജോലി എനിക്ക് ലഭിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഒരു ഭവനം ലഭിക്കുക എന്നുള്ള നിയോഗവും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. കോവിഡ് കാലത്ത് US ഒരു ഭവനം ലഭിക്കുവാൻ വളരെയധികം പ്രയാസമായിരുന്നു. ഒത്തിരി ഓഫറുകളൊക്കെ വെച്ചെങ്കിലും ഞങ്ങൾക്ക് നല്ല ഒരു ഭവനം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഓഫർ ഞങ്ങൾ വെച്ചു. ആ ഓഫർ അക്സെപ്റ്റബിളായി. ആ വീടിന് അമ്മയുടെ അടയാളമായ ഗ്രേ കളറായിരുന്നു. അതുപോലെ ആ വീടിൻ്റെ നമ്പർ 17 എന്നുള്ള സംഖ്യയായിരുന്നു. 7 എന്നുള്ളത് അമ്മയുടെ അടയാളമായി ഞാൻ കരുതപ്പെടുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഫിലാഡൽഫിയയിലെ തീർത്ഥാടന ഉടമ്പടി 2025 ഞാൻ വന്നെടുത്തിരുന്നു. അച്ഛന് ഫിലാഡൽഫിയയിൽ മരിയൻ ഉടമ്പടി ധ്യാനം നടത്തിയിരുന്നു. ആ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് എനിക്ക് US ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ ഒട്ടും തന്നെ ധൈര്യമില്ലായിരുന്നു. വലിയ ട്രക്ക് വണ്ടികളൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ ഫിലാഡൽഫിയ ടു കണക്റ്റിക്കട്ട് 4 hours ഡ്രൈവ് ഉണ്ട്. ഞാൻ ഈ ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞ് 4 hours നിർത്താതെ എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചു. അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുക എന്നുള്ള നിയോഗവും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ അമ്മയോട് അടയാളമായി ചോദിച്ചിരുന്നത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിൽ നിന്നായിരിക്കണം എനിക്ക് വിവാഹ ആലോചന വരുന്നത് എന്നാണ് ഞാൻ ചോദിച്ച അടയാളം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിൽ നിന്ന് എനിക്ക് ഒരു വിവാഹാലോചന വന്നു. എൻ്റെ നല്ലൊരു ജീവിത പങ്കാളിയെ തന്ന് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ഉടമ്പടി ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. എല്ലാ ദിവസവും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഡെയിലി ബ്രെഡ് കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്തിരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം, കൃപാസനം ന്യൂസ് ലെറ്റർ ഗ്രൂപ്പിൽ നിന്ന് പത്രം ലഭിക്കാറുണ്ട്. അത് ലഭിച്ചില്ല എങ്കിൽ ലൈബ്രറിയിലൊക്കെ പോയി പത്രം പ്രിൻ്റ് എടുത്ത് അതിൻ്റെ ഒപ്പം കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറ്റാച്ച് ചെയ്ത് ഉടമ്പടി തൈലം തേച്ച് ആ ഒരു ജപമാലയെങ്കിലും ആ പത്രം ലഭിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ടാണ് ആ പത്രം ഞാൻ കൊടുക്കാറുള്ളത്. ഏറ്റവും വെളിയിലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പം അതെല്ലാം പ്രാർത്ഥിച്ച് പത്രം ഞാൻ കൊടുത്തിരുന്നു. പിന്നീട് അനാഥാലയങ്ങളിലൊക്കെ
പൈസ ഞാൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും ഡെയിലി ഹോളി മാസിന് എനിക്ക് പോകാൻ സാധിക്കാറുണ്ട്. സമ്പൂർണ്ണ ജപമാല എനിക്ക് ചൊല്ലാൻ സാധിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. പേഴ്സണൽ ലൈഫിൽ എനിക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഉടമ്പടിയിലൂടെ എനിക്ക് മാറി. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക കൃപ എനിക്ക് ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. ഡോണ മേരി റെജി USA നിന്ന് വന്ന് താൻ അവധിക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങൾ ജനങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. തനിക്ക് എങ്ങനെ ഒരു എക്സാം PG ചെയ്യുന്ന സമയത്ത് തനിക്ക് എങ്ങനെയാണ് ഒരു എക്സാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വിജയിക്കാൻ സാധിച്ചത്. തനിക്ക് അന്ന് സുഖമില്ലാതിരുന്നതൊക്കെ കൊണ്ട് ഒന്നും തന്നെ പഠിക്കാൻ സാധിച്ചില്ല. എന്നാൽ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് പരീക്ഷ എഴുതാതെ തന്നെ, അതായത് പരീക്ഷ പേപ്പറിലൊന്നും എഴുതാതെ എങ്ങനെ ഞങ്ങൾക്കതെല്ലാം തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ പരീക്ഷയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈ മകൾ ഇതെങ്ങനെ സാധിക്കും എന്ന് വിചാരിച്ചു. അവിടെയാണ് അമ്മ ഈ മകൾക്ക് അനുഭവം കൊടുത്തത്. നിനക്കും ഇത് എങ്ങനെയാണ് ഞാൻ എൻ്റെ പുത്രനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൃപകൾ വർഷിക്കപ്പെടുക, എൻ്റെ തിരുക്കുമാരൻ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് കൃപകൾ വർഷിക്കുക എന്ന് ഓരോരോ വ്യക്തികൾക്കും അമ്മ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ യോഗ്യതയല്ല എന്ന് ഈ മകൾ ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ അതിന് B ഗ്രേഡാണ് അമ്മ നൽകിയത്. അതുപോലെ തന്നെ വീണ്ടും തൻ്റെ ഇൻ്റർവ്യൂ, അതിനുശേഷം തനിക്ക് ലഭിക്കുന്ന ജോലി, എല്ലാറ്റിലും ഓൺലൈൻ ഉടമ്പടി എത്രമാത്രം ഈ മകളെ ശക്തിപ്പെടുത്തി. അതിലൂടെയൊക്കെ തനിക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ തന്നെ നടത്തിയതായിട്ട് ഈ മകൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. പിന്നീട് തനിക്ക് അവിടെ കൊറോണ സമയത്തൊരു ഭവനം ലഭിക്കുക, അതുപോലെ തനിക്ക് അവിടെ വണ്ടി ഓടിക്കുവാൻ നാഷണൽ ഹൈവേയിൽ അതിനുള്ള ധൈര്യം, ജീവിത പങ്കാളി, തനിക്ക് അനുയോജ്യനായ ഒരു ജീവിത പങ്കാളി, അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിൽ നിന്ന്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നാം ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ ചെവിയോട് ചേർന്ന് നിന്ന് ഒരാൾ കേൾക്കാനുണ്ട്. എന്നിട്ട് അതൊക്കെ പുത്രനോട് പറഞ്ഞു കൊടുക്കുവാൻ, അതാണ് അമ്മയും പുത്രനും തമ്മിലുള്ള ബന്ധം. ഈ ഒരു ബന്ധത്തിൽ നാം കക്ഷി ചേരുകയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ കക്ഷി ചേർക്കുകയാണ്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതൊരു ഉഭയകക്ഷി ബന്ധമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള. ഇന്ന് എത്രയോ മക്കൾ ഈ അൾത്താരയിൽ പറയുന്നു, എൻ്റെ പേഴ്സണൽ ലൈഫ് ഇമ്പ്രൂവായി, എനിക്കെൻ്റെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു, എൻ്റെ പ്രതികരണ സ്വഭാവം, അതായത് പെട്ടെന്ന് പ്രതികരിക്കുന്ന ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? ഇത്രയും നാളും നമുക്കിതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ എത്രമാത്രം കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി എത്രയോ കൗൺസിലിങ്ങിനൊക്കെ ഓരോ വ്യക്തികളും അതിനൊക്കെ ആ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൗൺസിലിംഗ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയാണ്. ഉടമ്പടി ജീവിതത്തിൽ അമ്മയുടെ കൗൺസിലിംഗ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. അത് മറ്റേതൊരു കൗൺസിലറേക്കാളും നമുക്ക് എന്നും നിത്യമായ ജീവിതത്തിന് നമ്മെ അർഹരാക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ കൗൺസിലിംഗ്. അമ്മയുടെ കരങ്ങളിലൂടെയാണ് നാം ഈശോയുടെ അടുത്തേക്ക് എത്തുക. അതുകൊണ്ട് തന്നെയല്ലേ തിരുവചനം പറയുന്നത്, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും. ഈ പുതു ചൈതന്യവും പുതിയ ഹൃദയവുമാണ് ഈ മകളെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാനായിട്ട് തൻ്റെ കാലിഫോർണിയയിലെ ആ സാഹചര്യങ്ങളിൽ എങ്ങനെ ഈ മകൾ അതിനൊക്കെ സമയം കണ്ടെത്തുന്നു. അതുപോലെ തനിക്ക് പത്രം കിട്ടിയില്ലെങ്കിൽ പ്രിൻ്റ് എടുക്കും യൂട്യൂബിൽ നിന്ന്. അങ്ങനെ പ്രിൻ്റ് എടുത്ത് ആ പ്രിൻ്റ് പത്രത്തിൻ്റെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന
അതുകൂടി ജോയിൻ ചെയ്യും, അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അതിലൊക്കെ ഉടമ്പടി തൈലം കുരിശു വരയ്ക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അവിടെ US-ൽ ചെന്നപ്പോൾ ഈ മകള് അവിടെ ഉടമ്പടി എടുക്കുവാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ തനിക്ക് ലഭിച്ചു. അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അപ്പോൾ നമ്മുടെ മുൻപിൽ സാധ്യതകൾ തെളിയുമ്പോൾ ഓരോ സാധ്യതകൾക്കും നമ്മെ തന്നെ വിധേയരാക്കിക്കൊണ്ട് ഇന്ന് തനിക്ക് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ സാധിച്ചത് തന്നെ പരിശുദ്ധ അമ്മയുടെ കൃപയിൽ ആ ഉടമ്പടി ജീവിതത്തോട് താൻ വിശ്വസ്തത പുലർത്തിയത് കൊണ്ട് മാത്രമാണെന്നാണ് ഈ മകൾ പങ്കുവയ്ക്കുക. നമുക്ക് അതുപോലെ തനിക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.